ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ടർട്ടിൽ എന്ന് പറഞ്ഞിട്ട് ടർട്ടിൽ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടർട്ടിൽ ഡോട്ട് സ്ക്രീൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഗെയിം വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് വിൻഡോ ഡോട്ട് ടൈറ്റിൽ പിങ് പോങ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വിൻഡോന് പിങ് പോങ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് വിൻഡോ ഡോട്ട് ബി ജി കളർ ബ്ലാക്ക് കൊടുത്തത് വിൻഡോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ ആ വിൻഡോൻ്റെ സൈസ് വിഡ്ത്ത് 800 പിക്സലും ഹൈറ്റ് 600 പിക്സലും ആക്കി സെറ്റ് ചെയ്യുന്നു. വിൻഡോ ഡോട്ട് ട്രേസർ 0 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് കൊടുത്തത്. അപ്പോൾ അടുത്തത് ഇസ് ലെഫ്റ്റ് പാഡിൽ. ഫസ്റ്റ് ലൈൻ ഓഫ് ദ കോഡ്, ലെഫ്റ്റ് പാഡിൽ ഈക്വൽ ടു ടേർട്ടിൽ ഡോട്ട് ടേർട്ടിൽ ഓഫ്. ഇത് ന്യൂ ടേർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് സ്പീഡ് ഓഫ് 0. ഇത് ആനിമേഷൻ സ്പീഡ് ടു ദ ഫാസ്റ്റസ്റ്റ് സെറ്റ് ചെയ്യും, വിച്ച് ഇസ് 0. നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് ഷേപ്പ് ഓഫ് സ്ക്വയർ. ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അടുത്തത് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് കളർ ഓഫ് ബ്ലൂ. പാഡിലിൻ്റെ കളർ ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് ഷേപ്പ് സൈസ് സ്ട്രെച്ച് വിത്ത് ഈക്വൽ ടു 5 ആൻഡ് സ്ട്രെച്ച് ലെങ്ത് ഈക്വൽ ടു 1. ഗിവൻ സ്ക്വയറിനെ നമ്മൾ റെക്ടാങ്കിൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്യും, വിച്ച് ഇസ് 5 times taller. നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് പെൻ അപ്പ്. ദിസ് ലൈൻസ് പ്രിവെൻറ്റ്സ് drawing lines when moving. Next is left paddle dot go to of minus 350, ഇത് moves the paddle to the left side of the screen. സോ ലെഫ്റ്റ് പാഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി റൈറ്റ് പാഡിലാണ് സെറ്റ് ചെയ്യാനുള്ളത്. റൈറ്റ് പാഡിലാണ് നമ്മൾ യൂസറായിട്ടുള്ള പ്ലെയർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വെച്ചിട്ട് കളിക്കാൻ പോകുന്ന പാഡിൽ. സോ റൈറ്റ് പാഡിൽ നമ്മൾ ആദ്യം റൈറ്റ് പാഡിൽ ഈക്വൽ ടു ടേർട്ടിൽ ഡോട്ട് ടേർട്ടിൽ ഓഫ് എന്ന് പറയുമ്പോൾ റൈറ്റ് പാഡിൽ എന്ന് പറയുന്ന ഒരു ടേർട്ടിൽ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇതിൻ്റെ സ്പീഡ് നമ്മൾ ഈ മൂവ്മെൻറ്റ് എത്രത്തോളം സ്മൂത്ത് ആക്കുന്നോ അത്രത്തോളം നമ്മൾ സ്പീഡ് കൂട്ടണം. നമുക്ക് എത്ര സ്മൂത്ത്നെസ് വേണോ സ്പീഡ് അതിനനുസരിച്ച് കൂട്ടണം. സോ ടേർട്ടിൽ സ്പീഡ് മാക്സിമം 0 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പീഡ് ഓഫ് 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ടേർട്ടിൽ ആനിമേഷൻ്റെ ഫാസ്റ്റസ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് സ്മൂത്ത് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് സെറ്റ് ചെയ്യലാണ്. നമ്മളിവിടെ ബേസിക്കായിട്ട് എടുത്തിരിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഡിഫോൾട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നൊരു ഷേപ്പാണ്. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ കളർ സെറ്റ് ചെയ്യലാണ്. റൈറ്റ് പാഡിൽ ഡോട്ട് കളർ ഓഫ് റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ക്വയറിൻ്റെ കളർ റെഡായിട്ട് സെറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മളിനി നെക്സ്റ്റ് ലൈൻ ഓഫ് കോഡിലാണ് കസ്റ്റമൈസേഷൻ വരുന്നത്. റൈറ്റ് പാഡിൽ ഡോട്ട് ഷേപ്പ് സൈസ്, നമ്മുടെ ഷേപ്പിൻ്റെ സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. സ്ട്രെച്ച് വിത്ത് ഇസ് ഈക്വൽ ടു 5, സ്ട്രെച്ച് ലെങ്ത് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഡിലിൻ്റെ ഹൈറ്റ് 5 times ഇൻക്രീസ് ചെയ്തു. ആൻഡ് ലെങ്ത്ത് 1 എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിഡ്ത്ത് അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ്. 5 times ഇൻക്രീസ് ചെയ്തു. സ്ട്രെച്ച് ലെങ്ത് ഈക്വൽ ടു 1 മീൻസ് നേരത്തെ സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയാണോ അത് തന്നെ ഇപ്പോഴും സെയിം. ആൻഡ് ഇപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ലൈനിൽ റൈറ്റ് പാഡിൽ ഡോട്ട് പെൻ അപ്പ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കീസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ലൈൻ ഡ്രോ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൻ അപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്രോയിങ് ലൈൻസ് വെൻ മൂവിങ്. ഓക്കെ, സോ അതിൻ്റെ യൂസ് അതാണ്. ഇനി അടുത്തത് റൈറ്റ് പാഡിൽ ഡോട്ട് ഗോ ടു ഓഫ് 350, നമ്മളൊരു കോർഡിനേറ്റ് പോയിൻറ്റ്സിലോട്ടേക്ക് നമ്മുടെ ഈ പാഡിലിനെ മൂവ് ചെയ്ത് വെക്കുകയാണ്. ഹിയർ 350, മീൻസ് റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീനാണ്. അത് x ഈക്വൽ ടു 350 ആൻഡ് y ഈക്വൽ ടു 0. സോ നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ വേർട്ടിക്കലായിട്ടായിരിക്കും ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ഓക്കെ, ഈ കോണത്ത് ഇപ്പോൾ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടർട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് തൊട്ട് താഴെ ഷേപ്പ് ഓഫ് സർക്കിൾ എന്ന് പറയുന്ന സമയത്ത് ടർട്ടിൽ സർക്കിൾ പോലെ വരും. അതിനുശേഷം അതിനെ വൈറ്റ് ആക്കാനുള്ള കമാൻഡാണ് കളർ വൈറ്റ് ആക്കി എന്നുള്ള സാധനം. പിന്നെ പെന്നപ്പ് ചെയ്യുമ്പോൾ ടർട്ടിൽ ക്ലോസ് ആവും. ടർട്ടിൽ ഇതിനകത്ത് നിന്ന് മാറും. അതാണ് ആ ഒരു ചെറിയൊരു കോഡിനകത്ത് ഉള്ളത്. അടുത്തത് മൂവ് പാഡിൽസ് ആണ്. മൂവ് പാഡിൽസ് കൊടുക്കുന്നത് ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്തെ പിങ് പോങ് ബോൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ലെഫ്റ്റ് അപ്പ് ഫംഗ്ഷനാണ്. അതായത് ഈ സംഭവം ലെഫ്റ്റ് അപ്പ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇഫ്
ലെഫ്റ്റ് പാഡിൽ ഡോട്ട് വൈക്രോൺ ഓഫ് ലെസ് ദാൻ 250 ആണെന്ന് നോക്കും. ആണെങ്കിൽ അത് ലെഫ്റ്റ് അപ്പാണെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് +20 കൊടുത്തിട്ട് നമ്മളത് മൂവ് ചെയ്യും. അടുത്തത് ഡെഫ് ലെഫ്റ്റ് ഡൗൺ ഓഫ് കൊടുക്കും. അത് ഡൗൺ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടീഷൻ ഇഫ് ലെഫ്റ്റ് പാഡിൽ ഡോട്ട് വൈക്രോൺ ഓഫ് ഗ്രേറ്റർ ദാൻ -240 ആണോ നോക്കും. -240 വലുതാണെങ്കിൽ നമ്മളത് -20 മൂവ് ചെയ്യും. അടുത്തത് ഡെഫ് റൈറ്റ് അപ്പ് ഓഫ്. അടുത്തത് ഇത് ലെഫ്റ്റ് പോലെ തന്നെയുള്ള റൈറ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. റൈറ്റ് അപ്പ് ആണോ നോക്കും. റൈറ്റ് അപ്പ് ആണെങ്കിൽ ഇഫ് റൈറ്റ് പാഡിൽ ഡോട്ട് വൈക്രോൺ ഓഫ് ലെസ് ദാൻ 250 ആണോ നോക്കും. ആണെങ്കിൽ +20 മൂവ് ചെയ്യും. ഇനി അല്ല റൈറ്റ് ഡൗൺ ഓഫ് ആണോ നോക്കും. ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ -240 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ -240 ആണെങ്കിൽ അത് -20 മൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റിലത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കീസ് അസൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റിലത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഡബ്ല്യൂയും എസും പ്ലെയർ 1-നും അപ്പ് ആൻഡ് ഡൗൺ കീ പ്ലെയർ 2-നും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ്. പിന്നെ സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് അതൊരു ഓപ്ഷണൽ കേസാണ്. നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. ജസ്റ്റ് ഒരു ആ വിൻഡോനെ ഒന്ന് പാർട്ടീഷൻ ചെയ്യുക. പ്ലെയർ 1-നും പ്ലെയർ 2-നുമായിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്യാനാണ് ഇത്. അതായത് ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കാനാണ് ഇത്. അത് നമ്മൾ വിൻഡോൻ്റെ ജസ്റ്റ് മിഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ആയിട്ട് അവിടെ വെക്കുന്നതാണ് ഈ സെഗ്മെൻറ്റ്. അടുത്ത ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈൻ ഡ്രോ ചെയ്യുന്നത്. ഡയറക്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഇത് ഗെയിം ലൂപ്പിൻ്റെ കോഡാണ്. ഇവിടെയാണ് ഗെയിം എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുള്ളത്. വൈൽ ട്രൂ വിൻഡോസ് ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഗെയിം ഒരു ലൂപ്പായി റൺ ചെയ്യുക. അതായത് എപ്പം ഗെയിം ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വിൻഡോ ഡോട്ട് അപ്ഡേറ്റ് റിഫ്രഷസ് ദ സ്ക്രീൻ അറ്റ് എവരി ഐട്രേഷൻ. ഓരോ ഐട്രേഷനിലും അതിങ്ങനെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെയുള്ളത് ബോൾ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ബോൾ ഡോട്ട് സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡയറക്ഷനിലുള്ള, അതായത് ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻറ്റിനും ബോൾ ഡോട്ട് സെറ്റ് വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിനും. പിന്നെയുള്ളത് ഈ ബോള് മുകളിലത്തെ വാളിലോ താഴത്തെ വാളിലോ അടിച്ചാൽ തിരിച്ച് ബൗൺസ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ബോൾ ഡോട്ട് YCOR ഗ്രേറ്റർ ദാൻ 290 ആക്കിയിട്ട് അതിൻ്റെ അണ്ടറിൽ ബോൾ ഡോട്ട് DY = -1 കൊടുത്തിട്ടുള്ളത്. അതായത് അവിടെ മുകളിലോ താഴെയുള്ള വാളിൽ ഹിറ്റ് ചെയ്താൽ ബൗൺസായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ആ പാഡിൽ കൊണ്ടാൽ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ താഴെയുള്ള കോഡുള്ളത്, അതിൽ ബൗൺസായിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഹിറ്റ് ആവാണ്ട് ഹൊറിസോണ്ടലി മിസ്സായിനെങ്കിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് അതിൻ്റെ അണ്ടറിലുള്ള ഇഫ് ബോൾ ഡോട്ട് XCOR ഗ്രേറ്റർ ദാൻ 390 ആണെങ്കിൽ ബോൾ ഡോട്ട് ഗോ ടു 00. അതായത് റീസെറ്റായിട്ട് സെൻറ്ററിലേക്ക് വരുമ്പോൾ എന്നിട്ട് പുതിയ ഗെയിം സ്റ്റാർട്ട്. പിന്നെ അടുത്ത നമ്മളിത്തെ സമയം എക്സ്പ്ലെയിൻ ചെയ്ത കോഡ് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണോ ഇല്ലയോന്ന്. അപ്പോൾ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് VS കോഡിലും നമ്മളിത് റൺ ചെയ്യുന്നത് ടെർമിനലാണ്. നമുക്കത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റൺ ആയിട്ട് നോക്കുമ്പോൾ നമുക്കത് ഔട്ട്പുട്ട് വരുന്നുണ്ട്. കീസെല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കോഡ് 100% വർക്കിംഗ് ആണ്.